അബിന് ദിയേൻ്റെ സ്കൂളിലെ ഓണാഘോഷത്തിന് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പരിപാടികളൊക്കെ കാണണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ള മൈൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പരിപാടി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സിൻ്റെ തിരുവാതിര, കുട്ടികളുടെ ഡാൻസ്, പാട്ട്, അങ്ങനെ പലതരം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു സമയം, കറക്റ്റ് ഫുഡിൻ്റെ സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിച്ചേർന്നത്. അബിൻ ദിയെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അല്ലുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തായാലും സ്കൂളിലേക്ക് വരണം, പരിപാടി കാണാൻ വരണം എന്നുള്ളത്. അവർക്ക് പിന്നെ ഞങ്ങൾ പരിപാടി കണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല, വന്നാൽ മതി കേട്ടോ, സ്കൂളിൽ ഞങ്ങളെ ഒന്ന് പ്രസൻറ്റ് ചെയ്താൽ മതി. ഏതായാലും ഞങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആരെയും വെറുതെ വിടാറില്ല എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം കേട്ടോ. കാരണം എല്ലാവർക്കും ഒന്ന് ഫേസ് കാണിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അല്ലുവിനെ അബിന്ദി അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട്, അവന് പിന്നെ സദ്യയിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു, ഫുഡ് കഴിക്കാനല്ലല്ലോ വന്നത്. പിന്നെ ഞാനും കൂട്ടാറിനും കൂടെ ഓണസദ്യ കഴിക്കാനിരുന്നു കേട്ടോ. നല്ല അടിപൊളി എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ള അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റേജിൽ ടീച്ചേഴ്സിൻ്റെ ഓണപ്പാട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദിയനോട് അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ഓണപ്പാട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ നല്ല അടിപൊളി അരിപ്പായസം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അല്ലു പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറ് കഴിച്ചിട്ടില്ലെങ്കിലും. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് തിരിച്ചു പോരാനിരിക്കുമ്പോഴാണ് കേട്ടോ മാവേലി കുറച്ച് സമയം വിശ്രമിക്കുന്നത് കണ്ടത്. രാവിലെ തൊട്ടുള്ള ഓട്ടപ്പാച്ചിലല്ലായിരുന്നു, പാവം ആകെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇത് ഹണി ടീച്ചറുടെ മോനായിരുന്നു കേട്ടോ മാവേലി ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാവേലിനെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ ടാറ്റ പറഞ്ഞു പോരുകയാണ്. പിന്നെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വടംവലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അത് കണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. എനിക്ക് മഞ്ചേരി വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.